കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുടുംബ കാഴ്ചയിലേക്ക് പോകാം. ആ എന്താ ഭാസ്കര ഇവിടെ ഇരിക്കുന്നത്? അച്ഛനോ? വലയിട്ടിട്ടുണ്ട് അച്ഛോ. ഓഹോ, മീൻ വല്ലതും കിട്ടുന്നുണ്ടോ? കുറവാ അച്ഛാ, കറിക്ക് വല്ലതും കിട്ടിയാലായി. നല്ലത് വല്ലതും കിട്ടിയ എനിക്ക് തരാൻ മറക്കണ്ട. ഞാൻ ആ ജോർജിനെ തപ്പി ഇറങ്ങിയതാ. നീ അവനെ കണ്ടായിരുന്നോ? അച്ഛോ അത് പിന്നെ എന്താ ഭാസ്കര? ഞാൻ പറഞ്ഞതായിട്ട് വരരുത്. അവൻ ആ കുറ്റിക്കാട്ടിരുന്ന് ചീട്ട് കളിക്കുന്നുണ്ട്. ഓ ശരി, ഞാൻ പിടിച്ചോളാം. ജോർജേ, പണം തീർന്ന അപ്പ കളി നിർത്തിക്കോണം. ഇന്നലത്തെ പോലെ അടികൂടാൻ നിൽക്കരുത്. ഇന്ന് ഞാൻ കളിക്കും. നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കുകയും ചെയ്യും. ജോർജേ, അയ്യോ അച്ഛൻ, ചെരുപ്പ് ഞാൻ എന്റെയാണ്. അച്ഛൻ എന്നോടാ കളി. ജോർജേ, ഞാൻ മുണ്ടെടുക്ക്. ജോർജേ ഓടരുത്. നിന്റെ വാർഡിലെ കുടുംബ കൂട്ടായ്മ ഇന്നാണ്, അറിയോ നിനക്ക്? രജിസ്റ്റർ നോക്കുമ്പോൾ കഴിഞ്ഞ 8ഓളം കുടുംബ കൂട്ടായ്മകളിൽ തുടർച്ചയായി ജോർജിൻ്റെ കുടുംബം പങ്കെടുത്തിട്ടില്ല. ഞായറാഴ്ച പള്ളി തുടങ്ങുമ്പോൾ പള്ളിയിൽ ഓടിക്കയറും, കഴിയുന്നതിന് മുമ്പേ ഇറങ്ങി ഓടും. എന്താ ജോർജെ പ്രശ്നം? അത് പിന്നെ അച്ഛാ, നീ ധൈര്യമായി പറഞ്ഞു, നമുക്ക് തീർപ്പുണ്ടാക്കാം. അച്ഛനറിയാലോ എൻ്റെ മുൻ SLC പരീക്ഷയ്ക്ക് തോറ്റ വിവരം. അവൻ മാത്രമേ തോറ്റുള്ളൂ. അതുതന്നെ അച്ഛാ പ്രശ്നം. പള്ളിയിൽ വന്നാൽ എല്ലാവരും അവനെ തുറച്ചു നോക്കും. കൂട്ടായ്മ വന്നാൽ എല്ലാവരും അവനെ കുറ്റം വിധിക്കും. സ്കൂളിൻ്റെ 100% വിജയം നഷ്ടപ്പെടുത്തിയ അവൻ എല്ലാവർക്കും പറഞ്ഞിരിക്കാനുള്ള കോമാളി. അത് കാരണം അവനിപ്പോൾ ഒരാളെയും ഫേസ് ചെയ്യാതെ ഒളിച്ചു നടക്കുക. ഞാനിത് എങ്ങനെ അച്ഛൻ സഹിക്കുക? ജോർജെ, നമ്മൾ എന്തിനാ ഈ കൂട്ടായ്മകളൊക്കെ നടത്തുന്നത്? ഇതുപോലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും സഭയിലെ അംഗങ്ങളെല്ലാം ഒരേ ശരീരമായി ജീവിക്കുന്നതിന് വേണ്ടിയല്ലേ? നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ അതെടുത്ത് കളയാതെ അത് വെച്ചോണ്ടിരുന്ന അത് പഴുത്ത് വ്രണമാവില്ലേ? നീയും കുടുംബവും എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന എങ്ങനെയാ നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്നത്? ഇന്നത്തെ കൂട്ടായ്മയിൽ ജോർജെ, നീയും കുടുംബവും ഉണ്ടാവണം. വന്നേ. ജോർജെ, എവിടെയാ നിന്റെ മോൻ? അച്ഛാ, നീ പോയിക്കോ, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ഇഹലോകത്തിൽ ദൈവം രൂപപ്പെടുത്തിയ കുടുംബം ദിശാബോധത്തോടുകൂടെ
ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമായ ഇടവകയാകുന്ന കുടുംബത്തോട് ബന്ധത്തിൽ ചേർന്ന് നിൽക്കണം എന്ന് നാം കാണുകയായിരുന്നു. കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ ഇടവകയാകുന്ന കുടുംബത്തിലെ നാഥനായ വൈദികനോട് ചേർന്ന് നിൽക്കേണ്ടതിനെക്കുറിച്ചും ഇടവകയാകുന്ന കുടുംബത്തിൻ്റെ അമ്മയെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഇടവക ദേവാലയത്തോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് കുടുംബങ്ങൾ ഇടവകയാകുന്ന കുടുംബത്തിലെ അംഗങ്ങളായ ഇടവകാംഗങ്ങളായ സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ സഭയെക്കുറിച്ച് അഥവാ ഇടവകയെക്കുറിച്ച് അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് നാം ശ്രദ്ധിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12 തുടങ്ങിയ വചനങ്ങളിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ആ വചനഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ശരീരം പല അവയവങ്ങൾ. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തു. നിങ്ങളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാല് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? ശരീരം ഒരു കണ്ണു മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നതെങ്ങനെ? ശരീരം ഒരു ചെവി മാത്രമായിരുന്നെങ്കിൽ ഘ്രാണം സാധ്യമാകുന്നതെങ്ങനെ? എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കൂടെ ഒരവയവമായിരുന്നെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു? ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണുള്ളത്. കണ്ണിന് കൈയോട് എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്നോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെക്കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല. നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. മാന്യങ്ങളല്ലെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവയെന്ന് കരുതപ്പെടുന്നവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ദൈവം ആകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു. അത് ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർത്തിക്കേണ്ടതിന് തന്നെ. ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഇവിടെ പൗലോസ്ലീഹ ഇടവകയെ അല്ലെങ്കിൽ ഒരു സഭയെ ഉപമിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തോടും അതിലെ അവയവങ്ങളോടുമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും അത്രേ. എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയാകുന്ന ദൈവജനം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇടവകയാകുന്ന ദൈവജനം ഒരു കൂട്ടുകുടുംബം പോലെയാണ്. ഇഹലോകത്തിലെ പല കുടുംബങ്ങൾ ഒന്നായി ചേർന്ന് ഒരു കൂട്ടുകുടുംബം. എപ്രകാരമാണോ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ ഇടവകയാകുന്ന സഭയിലെ അംഗങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കണം. ഇവിടെ മൂന്നാമത്തെ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ
ഇടവകയാകുന്ന കുടുംബത്തോട് ഇഹലോകത്തിലെ ഓരോ കുടുംബവും ചേർന്ന് നിൽക്കണമെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ബന്ധമാണ് ഇടവകയാകുന്ന കുടുംബത്തിലെ ദൈവം രൂപപ്പെടുത്തിയ കുടുംബാംഗങ്ങളായ ഇടവകാംഗങ്ങളോടുള്ള ബന്ധം. ഇത് പ്രധാനപ്പെട്ടതാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് നമുക്കറിയാം, ഓരോ കുടുംബവും ഒറ്റപ്പെട്ട തുരുത്തുകളായി പോവുകയാണ്. ഈ കാരുണ്യ വർഷത്തിൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യമായ മനുഷ്യരക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഈ രക്ഷ വ്യക്തിഗതമല്ല, അതിന് സാമൂഹ്യ മാനമുള്ളതാണെന്ന് മനസ്സിലാക്കണം, സഭാത്മകമായ മാനമുള്ളതാണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷയെന്ന് പറയുന്നത് നിനക്ക് മാത്രമായി ദൈവം നൽകുന്നത് എന്നതിനപ്പുറത്ത് നീ ഉൾക്കൊള്ളുന്ന സഭയ്ക്ക് ദൈവം നൽകുന്നതാണ്. അതുകൊണ്ട് നിനക്കും നിന്നെ ഉൾക്കൊള്ളുന്ന സഭയ്ക്കും രക്ഷ യാഥാർത്ഥ്യമായി തീരണമെന്നുണ്ടെങ്കിൽ ഇഹലോകത്തിലെ കുടുംബങ്ങളൊക്കെ ഈ വലിയ കുടുംബത്തിലെ അംഗങ്ങളോട്, സഭയാകുന്ന ഇടവകയാകുന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കണം. പൗലോസ്ലീഹായുടെ ആ ചിന്തകൾ എത്രയോ ഇതിനെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒരു ശരീരത്തിലെ ഓരോ അവയവവും പരസ്പരം ചേർന്ന് നിൽക്കുന്നു, ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നു. ഇതുപോലെ ഒരു പ്രദേശത്തെ സഭയാകുന്ന ഇടവകയിലെ അംഗങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. നമുക്കറിയാം, ഒരു ശരീരത്തിലെ അവയവത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രത്യേക അവയവത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനോട് എതിർപ്പ് കാണിക്കാൻ പറ്റുകയില്ല. ഒരവയവത്തിൻ്റെ കുറവ് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പരിഹരിക്കത്തക്ക രീതിയിലാണ് മറ്റൊരവയവം നിലകൊള്ളുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കണ്ണിൽ കരട് പോകുന്നു എന്ന് വിചാരിക്കുക. ഈ കണ്ണിൽ കരട് പോകുമ്പോൾ അത് പരിഹരിക്കുന്നത് കണ്ണല്ല, കൈ ഓടി വരുന്നു. എനിക്ക് തലവേദന ഉണ്ടാകുമ്പോൾ മരുന്ന് പുരട്ടുന്നത് തലയല്ല, കൈയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കർത്താവിൻ്റെ ശരീരത്തോട്, അതിലെ അവയവങ്ങളോട് സഭയെ, ഇടവകയെ ഉപമിക്കുന്നത്. ഇടവകയാകുന്ന കുടുംബത്തിലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്ന അംഗങ്ങൾ പരസ്പരം കരുതലോടെ വർത്തിക്കണം എന്ന് പറഞ്ഞാൽ, ഇടവകയാകുന്ന കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു കുറവുണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആ ഇടവകയാകുന്ന കർത്താവിൻ്റെ ശരീരത്തിലെ മറ്റംഗങ്ങൾ ഓടിയെത്തണം. മാർപ്പാപ്പ കാരുണ്യവർഷം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു. ഒരേ ശരീരത്തിലെ അവയവങ്ങളെന്ന നിലയിൽ അന്യോന്യം കാരുണ്യം കാണിക്കാൻ സാധിക്കണം. ശരീരത്തിലെ ഒരവയവത്തിൻ്റെ വേദന മറ്റൊരവയവത്തിൻ്റെ വേദനയായി മാറുന്നില്ലെങ്കിൽ ആ അവയവം ശരീരത്തിന് പുറത്താണ്. എനിക്ക് ചെവിവേദന ഉണ്ടാകുമ്പോൾ ചെവിക്ക് മാത്രമല്ല വേദന ഉണ്ടാവുക, ശരീരം മുഴുവൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തിന് ഒരു വേദന ഉണ്ടാകുമ്പോൾ മറ്റ് ശാരീരിക അവയവങ്ങൾക്ക് ആ വേദന തോന്നുന്നില്ലെങ്കിൽ ആ അവയവങ്ങൾ വേർപെട്ടതുപോലെയാണ്. കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി മാമോദീസായിലൂടെ മാറുന്ന ഓരോ കുടുംബത്തിലെ അംഗത്തിനും ഇടവകയാകുന്ന കർത്താവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളോട്, അവയവങ്ങളോട് അഭേദ്യമായ ബന്ധമുണ്ടാകും. മറ്റൊരു ഭാഗത്ത് കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ലൗകിക കുടുംബത്തെക്കുറിച്ച് മാത്രം, എൻ്റെ ലൗകിക കുടുംബത്തെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട് ഉള്ള കടപ്പാട് ഞാൻ നിർവഹിച്ചു പോകുന്നു, ബാക്കിയുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന ചിന്ത പങ്കുവച്ചിരുന്നു. ഇന്ന് ഈ ചിന്ത പൊതുവിൽ എല്ലാവരും സ്വീകരിച്ചങ്ങ് പോവുകയാണ്.
ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന മനോഭാവം. ഇത് പങ്കുവയ്ക്കുമ്പോൾ കർത്താവിൻ്റെ 2 ശരീരങ്ങളെക്കുറിച്ച് ഞാൻ പറയും. കർത്താവിന് 2 ശരീരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കർത്താവിൻ്റെ ആത്മീയ ശരീരം, മൗതിക ശരീരം. ഏതാണ് കർത്താവിൻ്റെ ആത്മീയ ശരീരം? വിശുദ്ധ കുർബാനയാണ്. അതുപോലെ കർത്താവിനൊരു മൗതിക ശരീരമുണ്ട്, അത് സഭയാണ്. നിങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈശോയുടെ മൗതിക ശരീരമായ സഭയെന്ന് പറയുന്നത് ഇടവകയാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം, കർത്താവിൻ്റെ ആത്മീയ ശരീരമായ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനാണോ, അതോ ഈശോയുടെ മൗതിക ശരീരമായ സഭയെ, ഇടവക കൂട്ടായ്മയെ സ്നേഹിക്കാനാണോ എളുപ്പം? എളുപ്പം ആത്മീയ ശരീരത്തെ സ്നേഹിക്കാനാണ്. കാരണം എനിക്ക് ഭൗതികമായ ഒരു നഷ്ടവും ആത്മീയ ശരീരമായ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല, ബാഹ്യമായി ചിന്തിക്കുമ്പോൾ. കാരണം ഈശോയ്ക്ക്, വിശുദ്ധ കുർബാനയിലെ ഈശോയ്ക്ക് ഒരു ലൗകിക ആവശ്യമില്ല. എനിക്ക് 1 രൂപ പോലും നഷ്ടം വരികയില്ല. പക്ഷേ ആവശ്യങ്ങളുള്ളത് ഈശോയുടെ മൗതിക ശരീരത്തിനാണ്. അതാ ഈ സഭാ കൂട്ടായ്മ, ഇടവ കൂട്ടായ്മ എന്ന് പറയുന്ന അതാ. ഇവിടെ ഞാൻ ഓർക്കുന്നത് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ. മദർ തെരേസായിക്ക് ശക്തി ലഭിച്ചിരുന്നത് മുഴുവൻ കർത്താവിൻ്റെ ആത്മീയ ശരീരത്തിൽ നിന്നായിരുന്നു, വിശുദ്ധ കുർബാനയിൽ നിന്നായിരുന്നു. പക്ഷേ ആത്മീയ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് ആ ചാപ്പലിൽ തന്നെ മുഴുവൻ സമയം ചെലവഴിക്കുകയായിരുന്നില്ല മദർ തെരേസ ചെയ്തത്. മദർ തെരേസ എന്താ ചെയ്തത്? ആത്മീയ ശരീരമായ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ച് ചാപ്പലിന് പുറത്തോട്ടിറങ്ങി. എന്തിനാ? ഈശോയുടെ മൗതിക ശരീരത്തെ സ്നേഹിക്കാൻ. അപ്പോൾ മദർ തെരേസ ആരെ കണ്ടു? തളർവാദ രോഗിയായ ഈശോയെ കണ്ടു. ചപ്പുചവറ് കൂനയ്ക്കിടയിൽ ഭക്ഷണം തിരയുന്ന ഉണ്ണീശോയെ കണ്ടു. കുഷ്ഠരോഗിയായ ഈശോയെ കണ്ടു. അവർക്കൊക്കെ ഈ കരുതലും സ്നേഹവും മദർ തെരേസ കൊടുക്കാൻ പോയപ്പോൾ മദർ തെരേസായ്ക്ക് നഷ്ടമുണ്ടായില്ലേ? അന്ന് ഉച്ചയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കരുതിയ ചോറും പൊതി വീതം വെച്ച് കൊടുക്കേണ്ടി വന്നില്ലേ? ഈ നീണ്ട ചേളാവിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന് വസ്ത്രമില്ലാത്തവർക്ക് കീറിക്കൊടുക്കേണ്ടി വന്നില്ലേ? കയ്യിൽ കരുതിയ വണ്ടിക്കൂലി അവർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ? വെയിലും മഴയും ഏൽക്കേണ്ടി വന്നില്ലേ? മറ്റു മനുഷ്യരുടെ ആട്ടുതുപ്പ് കേൾക്കേണ്ടി വന്നില്ലേ? ഇങ്ങനെ ഒക്കെ സ്വീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മദർ തെരേസ മൗതിക ശരീരമായ സഭയെ ചുറ്റും കണ്ട ദൈവജനത്തെ സ്നേഹിക്കാൻ പോയി. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ വിശ്വാസത്തിൽ കാണുന്ന ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ തലത്തിലാണ്. എൻ്റെ ദൈവസ്നേഹവും വിശ്വാസവും ഒക്കെ ദേവാലയത്തിനുള്ളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മാത്രം നിലകൊള്ളുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു ജീവിക്കുന്ന ഇടമായ അവിടുത്തെ മൗതിക ശരീരത്തെ, സഭയെ, ഇടവക കൂട്ടായ്മയെ, എൻ്റെ ഇടവകാതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത് ദൈവം ചോദ്യം ചെയ്യും. ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും അവിടുന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന പാഠം ഇത്തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇതെല്ലാം നമ്മെ പങ്കുവയ്ക്കലിലേക്ക് നയിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഓർക്കുക, നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് സ്നേഹിക്കാൻ, നിനക്ക് കരുതാൻ ക്രിസ്തുവിൻ്റെ ഒരു ശരീരമുണ്ട്. അതാ മൗതിക ശരീരമായ സഭ, അതാ മൗതിക ശരീരമായ ഇടവക കൂട്ടായ്മ. നിന്റെ കൺമുൻപിൽ വേദനിക്കുന്ന കർത്താവിൻ്റെ ഒരു ശരീരമുണ്ട്. നിനക്ക് പങ്കുവയ്ക്ക് സ്നേഹിക്കാൻ കടക്കണിയിലായ ഈശോയുടെ ഒരു ശരീരമുണ്ട്. നിനക്ക് ആശ്വസിപ്പിക്കാൻ കർത്താവിൻ്റെ ഒരു ജീവിതം നിൻ്റെ കൺമുൻപിലുണ്ട്. അവിടെയാണ് ഈ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താകേണ്ടത്. മാർപ്പാപ്പ പ്രഖ്യാപിച്ച കാരുണ്യ വർഷത്തിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇത്തരത്തിൽ കരുണയുടെ കരങ്ങൾ നമ്മുടെ ഇടവക കൂട്ടായ്മയിലേക്ക്, ഇടവകാതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളിലേക്ക് നീട്ടുന്നില്ലെങ്കിൽ കരുണയുടെ വർഷം ഫലപ്രദമാകില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തമമായ തീരുമാനം കൈക്കൊള്ളാം. രക്ഷയെന്ന് പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട്
ഞങ്ങളെല്ലാം രക്ഷ പ്രാപിക്കണം. എല്ലാ തരത്തിലുമുള്ള രക്ഷ യാഥാർത്ഥ്യമാകണം. അതിന് ദൈവത്തിൻ്റെ ഉപകരണമായി തീരാൻ കുടുംബങ്ങളെല്ലാം ദൈവം വിളിക്കുകയാണ്. അതുകൊണ്ട് നിന്നെ ക്ഷണിക്കുന്നു. നീയാകുന്ന കുടുംബത്തെ ദൈവം ക്ഷണിക്കുകയാണ് കർത്താവിൻ്റെ കരമാകാൻ, കർത്താവിൻ്റെ കണ്ണാകാൻ, കർത്താവിൻ്റെ ചെവിയാകാൻ, കർത്താവിൻ്റെ മനസ്സാകാൻ. നമുക്കതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തികൾ ചെയ്യാം. നമ്മുടെ കാലുകൾ പങ്കുവയ്ക്കലിലേക്ക് ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും യുവജനങ്ങളുമൊക്കെ ക്രിസ്തുവിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നാനാജാതി മതസ്ഥരായ ആളുകളിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കട്ടെ. അവിടെ ക്രിസ്തു സ്വീകരിക്കപ്പെടും. മദർ തെരേസ കൽക്കട്ടയിൽ അങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്. ഭാരതത്തിലുടനീളം മാത്രമല്ല, ലോകത്തിലുടനീളം സ്വീകരിക്കപ്പെട്ടത് അങ്ങനെയാണ്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ സ്വീകരിക്കപ്പെട്ടത് അങ്ങനെയാണ്. നമുക്കും ആ വഴിയെ പോകുന്നതിന് ശ്രദ്ധിക്കാം. ഇതിനെല്ലാം മാതൃക നമ്മുടെ നാഥനായ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സായ ക്രിസ്തു തന്നെയാണ്. അവിടുന്ന് വഴി വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിധത്തിൽ ഇടവകയാകുന്ന കുടുംബത്തിലെ കുടുംബാംഗങ്ങളാകുന്ന ഇടവകാംഗങ്ങളോട് മനസ്സ് ചേർത്ത് നിൽക്കുന്ന കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഒന്നല്ല, എത്രയോ അത്തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. ഈ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുമ്പോൾ നമുക്ക് ഏറ്റുപറയാം, ഞാൻ എൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തണം എൻ്റെ ഇടവക കുടുംബത്തോട്, ഇടവക കുടുംബാംഗങ്ങളോട്. ഈ ദൃശ്യം കാണുകയും ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ പേര് ഫ്രാൻസിസ്, വീട്ടുപേര് തട്ടിൽ. എനിക്ക് 5 സിസ്റ്റേഴ്സായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മയും 5 സിസ്റ്റേഴ്സും ഞാനും, അങ്ങനെ 6 പേരായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. ആദ്യം ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പച്ചനും അമ്മയും എന്നും പള്ളിയിലേക്ക് പോകുന്നൊരു രീതിയിലായിരുന്നു. ഞങ്ങൾ കൃഷിക്കാരാണ്. ചെറുപ്പം മുതലേ ഈ പള്ളിയിലേക്ക് പോകുന്ന പ്രവണത ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പള്ളിയിലേക്ക് പോകുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ഓൾട്ടർ ബോയ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്നു വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലി സംബന്ധമായി ഞാൻ ബോംബെക്ക് പോയി. അങ്ങനെ 18 വർഷത്തോളം ബോംബെയിലായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും. ഭാര്യയുടെ പേര് സിസിലി. ഭാര്യയും അവിടെയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 83-ൽ തിരിച്ചു വന്നു. അപ്പനും അമ്മയ്ക്കും പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞ കാരണം അപ്പനും അമ്മയ്ക്കും വേറെ വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം ഞാൻ ഭാര്യയുടെ ജോലി രാജിവെപ്പിച്ച് ആദ്യം കൊണ്ടുവന്നു. രണ്ടാമത് ഞാനും നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളിവിടെ സ്ഥിരതാമസമായി. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. സാമ്പത്തികമായ പരാധീനതകൾ. അപ്പനും അമ്മയ്ക്കും കൃഷി സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ചെറിയൊരു കട തുടങ്ങി. അങ്ങനെ കച്ചവടം ആരംഭിച്ചു. എന്നാൽ പള്ളിയിലേക്ക് പോകുന്ന ആ രീതിയിൽ നിന്നൊരു വ്യത്യാസം വരുത്തിയിരുന്നില്ല. ഞങ്ങളെന്നും പള്ളിയിലേക്ക് പോയിരുന്നു. അങ്ങനെ അപ്പനും അമ്മയും മരിച്ചു. ഞങ്ങൾക്ക് 4 മക്കളായിരുന്നു. അതിൽ ഒരാൾ മരിച്ചുപോയി, രണ്ടാമത്തെ ആൾ മരിച്ചുപോയി. 3 മക്കളായിരുന്നു. അവരെയും ഞാൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചിരുന്നു, പോയിരുന്നു. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വിടർത്താനായിട്ട് ഇടവന്നില്ല. എന്നും ഞങ്ങൾ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥനയിൽ തന്നെ ശരണം വെച്ച് ജീവിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൂട്ടുകാർ എന്നെ സഹായിക്കാനായിട്ട് മുന്നിട്ട് വന്നു. ഞങ്ങളുടെ പള്ളിയിലത്തെ വികാരി അച്ഛൻ തന്നെ എനിക്ക് സാമ്പത്തികമായ സഹായം നൽകി എൻ്റെ സാധനങ്ങൾ കൊണ്ടുവരുവാനും കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തുവാനുമായിട്ട് അച്ഛൻ എന്നെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ 3ാമത്തെ മകൻ അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അച്ഛനാവാൻ ഞങ്ങൾ പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേണ്ട, +2 കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ +2 കഴിയാനായിട്ട് നിന്നു. +2 കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വഴി ഇത് തന്നെയാണ്. എൻ്റെ പേര് ഫാദർ ജിജോ തട്ടിൽ CMI. ഞാൻ CMI സഭാ സമൂഹത്തിലെ ദേവമാതാ പ്രവിശ്യാംഗമാണ്. ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന ഇടവക തൃശ്ശൂർ ജില്ലയിലെ എൽത്തുരുത്ത് എന്ന് പറയുന്ന ഇടവകയിലാണ്. ഞാൻ
ഈ കുടുംബത്തിലെ 4ാമത്തെ മകനാണ്, ഏറ്റവും താഴെയുള്ള മകനാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ദൈവവിളിയുടെ ഏറ്റവും അടിസ്ഥാനപരമായി എനിക്ക് വിളി കിട്ടിയത് തന്നെ ഈ കുടുംബത്തിൽ നിന്നാണ്. കാരണം ചെറുപ്പം മുതലേ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു പതിവ്, നിർബന്ധം അപ്പച്ചനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ചെറുപ്പം മുതലേ ദേവാലയത്തിലും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കുട്ടിക്കാലം മുഴുവനും. ചെറുപ്പം മുതലേ ഓൾട്ടർ ബോയ്സിലും മറ്റും വർക്ക് ചെയ്തുകൊണ്ട് എപ്പോഴും പള്ളിയോട് അടുക്കുന്നൊരു കുടുംബമായിട്ട് ഞാൻ ചെറുപ്പം മുതലേ ഓർക്കാറുണ്ട്. ഇപ്പോൾ ഇടവകയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇടവകയിലെ ഓരോ അംഗവും ഓരോ കുടുംബവും ഇടവക പള്ളിയോടും കുർബാനയോടൊക്കെ ചേർന്ന് വളരുകയാണെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകാം, പക്ഷേ അവ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്ക് അറിയാതെ തന്നെ നമ്മെ അത് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കടലിൽ യാത്ര ചെയ്യുമ്പോൾ, ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. എങ്കിൽ പോലും അവരുടെ ആ യാത്രയിൽ കാറ്റും കോളും നിറഞ്ഞുകൊണ്ട് അവർ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈശോ അമരത്തുണ്ടായിട്ട് പോലും അവർക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. പക്ഷേ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നല്ല, നമുക്ക് എങ്ങനെ ആ ബുദ്ധിമുട്ട് തരണം ചെയ്യണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇടവകയോട് ചേർന്ന് വളരുകയാണെങ്കിൽ, പള്ളിയോട് ചേർന്ന് വളരുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ അറിയാതെ തന്നെ സഭ നമ്മൾ പഠിപ്പിക്കുകയാണ്. 20 വർഷത്തോളമായി വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിൽ പ്രവർത്തിക്കുകയും പാവങ്ങളെ സഹായിക്കുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്കുണ്ടാവുകയും അത് ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ ലീജിയൻ ഓഫ് മേരി എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു, ജീവകാരുണ്യ സഖ്യം എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഇതിലെല്ലാം ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് എപ്പോഴും കാണുവാനും മറ്റുള്ളവരുടെ എൻ്റെ കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് കണ്ട് പ്രവർത്തിക്കുവാനും എന്നെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പേര് സനോജ്, എൻ്റെ വൈഫ് ബിൻസി. ഞങ്ങൾക്ക് 5 മക്കളാണുള്ളത്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഇടവചനങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് ജോലി കിട്ടുന്നതിന് മുൻപ് ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരത്തെ ജോലിക്ക് പോകേണ്ട സമയങ്ങളിലും ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത് നിർത്താതിരുന്നത് ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടിയ ജോലി എൻ്റെ നാഥനോടുള്ള പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കും ഒരു തടസ്സമാകരുത് എന്നുള്ള ഉറച്ച വിശ്വാസവും, അതിനുവേണ്ടി എത്ര കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു. കുർബാനയാണ് ഞങ്ങളുടെ മക്കൾക്ക് ആ ഒരു ബോധ്യം കൊടുക്കാൻ വേണ്ടി. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ ഇപ്പം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും കുർബാനയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങളുടെ മക്കൾക്കും കിട്ടണം. ഞങ്ങളും കൊച്ചുകാലങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു വിശ്വാസമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സന്ദേശവും ഏത് ആപത്തിലും ഏത് പ്രതിസന്ധിയിലും കുർബാനയിൽ അർപ്പിക്കുക, കുർബാനയിൽ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് രൂപപ്പെടുത്തിയ കുടുംബങ്ങളെ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് രൂപപ്പെടുത്തിയ ഇഹലോകത്തിലെ കുടുംബങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരുന്നതിന്, നിലകൊള്ളുന്നതിന് ഇടവകയാകുന്ന കുടുംബത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരത്തിൽ അങ്ങയുടെ ശരീരമായ ഇടവക കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പങ്കുവയ്ക്കലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, മനസ്സിലാക്കലിൻ്റെ വലിയ സന്ദേശം ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെയും വലിയ പങ്കുവയ്ക്കലിൻ്റെ സാക്ഷ്യമാക്കി അവിടുന്ന് മാറ്റണമേ. തിരുഹൃദയമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ
തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.